ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ആദ്യമേ തന്നെ നമ്മുടെ വാക്ക് പാലിക്കുവാൻ നമുക്ക് സാധിച്ചില്ല അല്ലേ? ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും എന്ന ആ വാക്ക് ഞാൻ തന്നെ അത് സാധിക്കാതെ ആ വാക്ക് പാലിക്കാതെ പോയി അല്ലേ? അതിന് ആദ്യമായി സോറി പറയുകയാണ്. വെറുതെ ഈ സോറി പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. പക്ഷേ അത് ഒരു അത്യാവശ്യ കാര്യത്തിന് ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇടുവാൻ സാധിക്കാതെ പോയതാണ് കേട്ടോ. അത് നിങ്ങൾ എന്നോട് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പായി ഒരു ചെറിയ വാക്ക്, ഈ ക്ലാസ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ക്ലാസ്സുകൾ ആർക്കെങ്കിലും കുറച്ചൊക്കെ പേർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഈ പരിമിതികൾ, നമ്മുടെ ക്ലാസ്സിൻ്റെ പരിമിതികൾ അതെത്രത്തോളം എന്ന് ഈ ക്ലാസ് കൂടുന്ന എല്ലാവർക്കും അറിയാം. ഇതിലേറെ വളരെയധികം വിപുലമായ രീതിയിൽ നല്ല പ്രൊഫസർമാരെടുക്കുന്ന നല്ല ക്ലാസ്സുകൾ ഉണ്ട്. ഈ യൂട്യൂബിൽ തന്നെ കയറിയാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് നമുക്ക്. പക്ഷേ ഇതൊന്നുമല്ലാതെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിൻ്റെ എല്ലാവിധ പരിമിതികളും അംഗീകരിച്ചുകൊണ്ട്, എല്ലാം സഹിച്ചുകൊണ്ട് എന്നോടൊത്ത് ഇത്രയും നാൾ സഞ്ചരിച്ച, എന്നെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ആദ്യമായി ഒന്ന് നന്ദി പറയുകയാണ്. അതിനോടൊപ്പം ഞാനൊരു വാക്കുകൂടി പറയട്ടെ. നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്കുണ്ടായിരുന്നത് ആകെപ്പാടെ എൻ്റെ സഹപ്രവർത്തകരും ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂളിലെ എൻ്റെ കുറച്ച് PTA മെമ്പേഴ്സും മാത്രമായിരുന്നു. പക്ഷേ ആ ചെറിയ ഒരു അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച ഈ ക്ലാസ്, ഈ ചാനൽ 1135 അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് തീർത്തും കുറവാണെന്ന് മാത്രമല്ല, ഈ വ്യൂവേഴ്സ് കുറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് വളരെയധികം ഉപകാരമുണ്ടാകുന്ന ഒരു ക്ലാസ്സാണ് എങ്കിൽ നിങ്ങൾ കൃത്യമായും ഈ ക്ലാസ് കൂടുകയും അതിനെ ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഏതെങ്കിലും കമൻ്റ് അയക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നവരുണ്ട്. ലൈക്ക് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല മനസ്സിനുടമകളായ കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നവർ എൻ്റെ സഹോദരങ്ങളുണ്ട് എന്നതിനോടൊപ്പം അതിൽ അഭിമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ക്ലാസ്സിൻ്റെ പരിമിതികളെല്ലാം സഹിച്ചുകൊണ്ട് ഇത്രയും നാൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ ഇതെന്താണ് പറയുന്നതെന്ന്, കാരണം നമ്മുടെ ഈ 1130 ഈ സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ ഇടുന്ന ക്ലാസ് അതിൻ്റെ ഒരു 1/4 എങ്കിലും ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് നമുക്ക് ധൈര്യമായിട്ടിടാം. കാരണം എനിക്കിതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലൈക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ കമൻറ്റ്, അത് മാത്രമാണ്. അതിലൂടെ എനിക്കറിയാം നിങ്ങൾക്കിതിൽ എത്രമാത്രം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നത്. അതിൽ ഈ 1130 അത് വേണ്ട, അതിലൊരു 4/1 വേണ്ട, അത്രയെങ്കിലും ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എനിക്ക് ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെ എനിക്ക് ക്ലാസ് തുടർന്ന് പോകുന്നതിന് സാധിക്കും. അതിന് എനിക്ക് താല്പര്യമുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നമുക്കൊരു 2-3 ക്ലാസ് കൂടി ഇട്ടതിന് ശേഷം ഇതിനോട് താല്പര്യമുള്ളവർ, നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ഈ ക്ലാസ് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്നു എന്നത് അവരുടെ റിയാക്ഷനിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം താൽക്കാലികമായി ഈ ക്ലാസ് നിർത്തിവെക്കേണ്ടി വരികയാണ് എങ്കിൽ, പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്സ് ഓർ മൈ ഡിയർ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യൂ, നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ഈ ക്ലാസ് ചാനലായി മുന്നോട്ട് പോയില്ല എങ്കിൽ പോലും എനിക്ക് അറിയാവുന്ന
കാര്യങ്ങൾ. എനിക്ക് എല്ലാം അറിയാവുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കും എങ്കിൽ ഞാനിവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയമുള്ള ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് തുറന്ന് ചോദിക്കാം. ഞാൻ ഈ ക്ലാസ്സുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ കൂടിയും, ഈ ചാനലിലൂടെ ഞാൻ തുടർന്ന് പോയില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പർ അറിയാം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ചോദിക്കുവാനോ ഞാനുമായി ഷെയർ ചെയ്യുവാനോ മറക്കരുത്, മടിക്കരുത് എന്ന പ്രതീക്ഷയോടെ ഇന്നൊരു കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ടോ എന്ന് ഒന്നറിയിക്കാൻ മറക്കരുതേ, മടിക്കരുത്. ഓക്കെ, കം ടു ദി ക്ലാസ്. എന്താ വാട്ട് വിൽ യു ഡു? വാട്ട് വിൽ യു ഡു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു വാക്കാണ്. വാട്ട് വിൽ യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതാണ് അല്ലേ? ഇതിന് മറുപടി നമുക്ക് പല രീതിയിൽ പറയാം. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. നമ്മൾ നെഗറ്റീവ് ആണെങ്കിലോ, നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് പറയാം ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം അല്ലേ? അന്നേരം നമുക്കിതിന് ചോദ്യമായി അതിന് ഉത്തരവും നമ്മൾ പറഞ്ഞു. അന്നേരം ആ ചോദിക്കുന്ന ആൾ നമ്മളെ സഹായിക്കുവാൻ സന്മനസ്സുള്ള ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളോടാണ് ആ ചോദ്യം ചോദിക്കപ്പെട്ടത്, നമ്മളാണ് മറുപടി പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? കം വിത്ത് മീ, കം വിത്ത് മീ അല്ലെങ്കിൽ ഫോളോ മീ. ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ ഒന്നാണ് എൻ്റെ കൂടെ വരൂ എന്ന്. കം വിത്ത് മീ, ഐ ഷാൽ ഹെൽപ്പ് യു. കം വിത്ത് മീ, ഐ ഷാൽ ഹെൽപ്പ് യു. അതർവൈസ് ഫോളോ മീ, ഐ ഷാൽ ഹെൽപ്പ് യു. എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിയുമ്പം സാധാരണ രീതിയിൽ നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും? അന്നേരം ഇവർക്കറിയാവോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് ഇവർക്കറിയാമോ എന്ന് നമുക്കൊരു സംശയം വരും അല്ലേ? അന്നേരം നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുകയാണ്. ഡു യു നോ ദ വേ ടു സോൾവ് ദ പ്രോബ്ലം? ഡു യു നോ ദ വേ? എന്തിന്? ടു സോൾവ് ദി പ്രോബ്ലം. എൻ്റെ ഈ പ്രശ്നം എന്താണെന്ന് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ് ചോദിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അന്നേരം ചോദിക്കുകയാണ് ഡു യു നോ ദ വേ ടു സോൾവ് ദ പ്രോബ്ലം? ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗം നിങ്ങൾക്കറിയാമോ? ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗം നിങ്ങൾക്കറിയാമായിട്ടാണോ നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ സഹായിക്കാം എന്ന് പറയുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇല്ലേ? നമ്മൾ ഇത് പറയുമ്പോൾ ഓർക്കണം, ഈ ചോദ്യത്തിൻ്റെയും അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആ നമ്മുടെ ഉള്ളിലുള്ള ആ സംശയം, അതാണ് നമ്മൾ ഇവരോട് പ്രകടിപ്പിക്കുന്നത്, അവരോട് ചോദിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗം നിങ്ങൾക്കറിയാമായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ സഹായിക്കാമെന്ന് പറയുന്നത് എന്ന്. അന്നേരം തിരിച്ചു പറയുന്നത് എന്താണ്? ഡോണ്ട് വറി, കം ലെറ്റ്സ് ട്രൈ ടുഗദർ. വിഷമിക്കേണ്ട, വരൂ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. നിങ്ങൾ ഒരാൾ തന്നെയാണെങ്കിലല്ലേ ഇതിന് ബുദ്ധിമുട്ട് വരികയുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട, വരൂ, ഡോണ്ട് വറി, കം ലെറ്റ്സ് ട്രൈ ടുഗദർ. വിഷമിക്കേണ്ട, വരൂ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്ന് പറഞ്ഞു. അന്നേരം ഈ വാട്ട് വിൽ യു ഡു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇത് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്ന് ചോദിക്കാം. അല്ല, വാട്ട് വിൽ യു ഡു എന്നതിന് പകരം ഇത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നതിന് പകരം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിലോ ഈ ടു ഡൂവിന് പകരം എന്ത് ചെയ്യണമെന്നുള്ളതിന് ഐ ഡോണ്ട് നോ ഹൗ. ഈ വാട്ട് ടു, ഹൗ ടു ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇതിപ്പോൾ ഈ പറഞ്ഞിടത്തോളം മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യും? അതിന് മറുപടി അതിന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് പോസിറ്റീവായിട്ടാണെങ്കിൽ കൊടുക്കേണ്ട ആൻസർ, അന്നേരം നമ്മൾ തിരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിന് നമുക്ക് പറയാവുന്ന ഒരു ആൻസർ. ഈ വെറും 4 അല്ലെ 5 സെന്റൻസ് മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, ഇത് ആരുടെയെങ്കിലും ഈ സംസാരിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള ആ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് വരുന്നവർക്ക് ഈ സെന്റൻസുകൾ ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് സെന്റൻസുകളുടെ പഠിക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പഠിച്ച ഈ ചെറിയ കുറച്ച് സെൻറ്റൻസുകൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെ മനസ്സിലാകുവാൻ നമുക്ക് ഒരു 3, 4, 5 സെൻറ്റൻസ് വെച്ച് നമ്മൾ പല രീതിയിൽ ചോദിക്കുവാനും പറയുവാനും പഠിച്ചുകൊണ്ട്, അതുപോലെ ചില നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന
കുറച്ച് വാക്കുകൾ ഒക്കെ ചില ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ, നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് ഒരല്പം കൂടി വികസിപ്പിച്ചെടുക്കുവാൻ, നമുക്കൊരല്പം കൂടിയൊക്കെ നമ്മുടെ ഭാഷയെ പുരോഗമിപ്പിക്കുവാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എല്ലാവർക്കും പല രീതിയിലായിരിക്കും പലരും പലതിനോടും പ്രതികരിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഐ ആം ഓൾവേസ് റെഡി, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി പ്രോമിസ്ഡ് യു ദാറ്റ് ഈ ആൾക്കാർ കുറഞ്ഞു എന്ന് കരുതി നമ്മുടെ ചാനലോ ഈ ക്ലാസ്സോ നിന്ന് പോകുകയില്ല. കാരണം 15 വർഷത്തിന് മുകളിലായി ഈ ടീച്ചിങ് എന്ന ഫീൽഡ് എനിക്ക് വളരെയധികം ആത്മസംതൃപ്തി തന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാൽ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നപ്പോഴും വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനാവും എന്ന് കരുതിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, എനിക്കിതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ്, അത് നെഗറ്റീവോ പോസിറ്റീവോ, ഇത് ഏത് രീതിയിൽ ആണെങ്കിലും ഞാൻ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എൻ്റെ തെറ്റുകളോ അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്ന ശ്രദ്ധിക്കാതെ പറഞ്ഞു പോകുന്നോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും തമ്മിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ ചെറിയ ഒരു ക്ലാസ് ഇതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി, യു ഓൾസോ മസ്റ്റ് ബി ഹാപ്പി. അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, എന്നാൽ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.